ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോസ് കുക്ക് ബുക്ക്. ഞാനിന്നിവിടെ ഓവനൊന്നുമില്ലാതെ കുക്കറിൽ എങ്ങനെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. ഈ കേക്ക് നല്ല മോയിസ്റ്റും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിനായിട്ട് ഞാൻ 240 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യണം. കോൺഫ്ലോർ ചേർക്കുമ്പോൾ നമുക്ക് കേക്കിന് നല്ലൊരു ടെക്സ്ചറും നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യണം. ഞാനൊരു വിസ്ക് ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് 3 പ്രാവശ്യം അരിപ്പയിലൂടെ അരിച്ചെടുക്കും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുപോലെ എല്ലാ പോർഷനിലും എത്താൻ വേണ്ടിയിട്ടും ഈ പൊടികൾക്കിടയിൽ എയർ കടക്കാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്കിന് ആവശ്യമുള്ള മുട്ട അടിച്ചെടുക്കണം. ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ സൈസായ കാരണമാണ് ഞാനിവിടെ 4 കോഴിമുട്ട എടുത്തത്. നിങ്ങൾ നോർമൽ സൈസിലുള്ള 3 കോഴിമുട്ട എടുത്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് മുട്ട ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ വിസ്കോ ഫോർക്കോ യൂസ് ചെയ്ത് മുട്ട ബീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതാകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം ബീറ്റ് ചെയ്യേണ്ടി വരും. മുട്ട ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളിൽ നനവോ വേറെ പൊടികളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ട നല്ലതുപോലെ ബീറ്റായി കിട്ടത്തില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. അതിനുശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യണം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ച് പൗഡർ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്യണം. 2-3 പ്രാവശ്യമായിട്ടിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഇതിലേക്ക് മിക്സ് ആവണം. നല്ലൊരു റിബൺ കൺസിസ്റ്റൻസി ആവും നമ്മുടെ ബാറ്റർ. അതുവരെ നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാം. ഞാനിതിനായിട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ നമുക്ക് 3-4 പ്രാവശ്യമായിട്ട് വേണം ഈ ബാറ്ററിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഓയിൽ ഒഴിച്ച ശേഷം ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ടിന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ച് അത് എല്ലായിടത്തും ബ്രഷ് ചെയ്ത് അതിലേക്ക് ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. നല്ലതുപോലെ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് 2 സ്പൂൺ മൈദയിട്ട് നല്ലതുപോലെ തട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള കുക്കർ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഈ കുക്കറിനുള്ളിലേക്ക് ഞാനൊരു റിങ് ഇറക്കി വെക്കുന്നുണ്ട്. അത് കേക്ക് ടിൻ അടിയിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ കുക്കറിൻ്റെ വാഷറും മിസിലും ഒരു മാറ്റം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ മുമ്പ് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത മുട്ടയുടെ മിക്സിലേക്ക് ആഡ് ചെയ്യണം. ഒരു വിസ്കോ സ്പാച്ചുലയോ യൂസ് ചെയ്ത് വളരെ പതുക്കെ വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവർ മിക്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ കേക്ക് താണു പോകും. ഇനി 1/4 കപ്പ് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം പാൽ ചേർക്കാൻ. ആദ്യമേ തന്നെ 20 ഗ്രാം ചോക്ലേറ്റ് 2 സ്പൂൺ ചെറിയ ചൂടുള്ള പാലിൽ അലിയിച്ച് വെക്കണം. അതിൻ്റെ ചൂടെല്ലാം പോയ ശേഷം നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓവറായിട്ട് മിക്സ് ആവരുത്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. ഇത് കേക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് നമ്മൾ കേക്ക് ടിന്നിലൊഴിക്കുന്നതിന് കുറച്ച് നേരം മുന്നേ ചേർത്താൽ മതി. ഈ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. കേക്ക് ബാറ്റർ ടിന്നിൻ്റെ 3/4 പോർഷനിൽ കൂടാൻ പാടില്ല.
ഇനി നമുക്ക് കേക്ക് ടിൻ 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുക്കർ തുറന്ന് പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇറക്കി വെക്കണം. കുക്കർ അടച്ച ശേഷം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞ് 45 മിനിറ്റ് ലോ ഫ്ലെയിമിലും ബേക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പം 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് കറക്റ്റ് ബേക്കായോ എന്നറിയാൻ നമ്മൾ കേക്കിൻ്റെ സെൻറ്ററിൽ ഒരു ടൂത്ത് പിക്ക് വല്ലതും ഇൻസേർട്ട് ചെയ്ത് നോക്കണം. അത് ക്ലിയറായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് കേക്കിൻ്റെ മണം വന്നാലും 30 മിനിറ്റ് കഴിയാതെ തുറന്ന് നോക്കരുത്. 30 മിനിറ്റിന് മുന്നേ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കേക്കിൻ്റെ മുകൾ ഭാഗം താന്നു പോകും. നല്ല സോഫ്റ്റ് കേക്കാണ് നമ്മളുടേത്. കേക്ക് നല്ലതുപോലെ തണുത്ത ശേഷം ഞാനിതിനെ ലെയറായിട്ട് മുറിച്ചെടുക്കുകയാണ്. ടോപ്പ് പോർഷൻ ഞാൻ ഉപയോഗിക്കുന്നില്ല, അല്ലാതെ തന്നെ നമ്മുടെ കേക്കിന് നല്ല ഹൈറ്റ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ടുള്ള ബൗൾ ഞാൻ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം 2 കപ്പ് അളന്നെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. ഹൈ സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നല്ല തിക്കായി വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അടുപ്പിച്ചിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. നമുക്കിതൊരു 4-5 മിനിറ്റ് ബീറ്റ് ചെയ്യേണ്ടി വരും. ബൗള് തിരിച്ചു വെച്ചാലും താഴെ പോകരുത്. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഷുഗർ സിറപ്പ് ആക്കിയിട്ടുണ്ട്. അത് നല്ലതുപോലെ തണുത്ത ശേഷം നമ്മുടെ കേക്കിൻ്റെ ഓരോ ലെയറിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. കേക്ക് നല്ലതുപോലെ സോക്കാവണം. ഞാനിപ്പം കേക്ക് സെറ്റ് ചെയ്യാൻ ടേൺ ടേബിളൊന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരം നമുക്ക് ഇതുപോലൊരു പാത്രമെടുത്ത് കമത്തി വെക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ബോർഡോ അല്ല വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ ഒരു ചപ്പാത്തി പലകയോ വല്ലതും വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ടേൺ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ കേക്ക് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ കേക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലത്തെ ലെയറാണ് ഞാൻ ഫസ്റ്റ് വെച്ചത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ക്രീം സൈഡിലാവാതിരിക്കാനാണ് ഞാൻ ബട്ടർ പേപ്പർ അവിടെ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് അവസാനം റിമൂവ് ചെയ്യാം. കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം തേച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാണാനും നല്ല ഭംഗിയാണ്. ഏറ്റവും അടിയിലത്തെ ലെയറാണ് ഞാൻ ഏറ്റവും മുകളിൽ വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല ഫിനിഷിങ് കിട്ടും. ക്രീം പറ്റുമ്പോൾ നമുക്കൊരു പിച്ചാത്തിയുടെ സൈഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ക്രീം തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നല്ലതുപോലെ സൈഡിലെ ഗ്യാപ്പിലെല്ലാം ക്രീം തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കേക്കിൻ്റെ സൈഡിൽ ഇതുപോലൊരു കത്തി യൂസ് ചെയ്ത് ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലേക്ക് ഫ്രീസറിൽ വെച്ച ചോക്ലേറ്റാണ്, അത് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. സൈഡിൽ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഈ സമയത്ത് റിമൂവ് ചെയ്യാം. ഇനി ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ഫില്ല് ചെയ്തിട്ട് ചെറിയ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവറിൻ്റെയും നടുക്കായിട്ട് ഓരോ ചെറി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ചെറി വെക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഭംഗി വരിക. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അത് മുറിച്ച് നോക്കാം.
നമുക്കത് കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയാണ് നമ്മുടെ കേക്ക്. വളരെ ടേസ്റ്റാണ് കഴിക്കാൻ, വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കാൻ. നിങ്ങൾ എന്തായാലും ഈ കേക്ക് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.